ഒരു മലയാളിക്ക് ഈസി ആയിട്ട് എങ്ങനെ ജർമ്മനിൽ സെൻറ്റൻസ് ഫോം ചെയ്യാം? ഇപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാർട്ടാണ് ജർമ്മനിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനിൽ സെൻറ്റൻസ് വരുന്ന സമയത്ത് വെർബിൻ്റെ പൊസിഷൻ, അതായത് ക്രിയ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പൊസിഷൻ എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും വരുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സബ്ജക്റ്റ്, ഒരു വെർബ് എപ്പോഴും ഉണ്ടാവും. അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളും അയാൾ ചെയ്യുന്ന പ്രവൃത്തിയും വന്നിരിക്കും. അപ്പോൾ ഇതിൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ പൊസിഷനിൽ വെർബ് വരിക അല്ലെങ്കിൽ പ്രവൃത്തി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ഒരു മലയാളിക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങളൊരു ബിഗിനർ ആയിരിക്കെ എങ്ങനെ ജർമ്മനിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾ അറ്റ്ലീസ്റ്റ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ്. ഞാൻ എന്ന് പറയുന്ന വാക്ക് എന്തായാലും ഒരു ബിഗിനറിന് ജർമ്മനിൽ അറിയാം, ദാറ്റ് ഈസ് ഇഷ്. ഇനി രണ്ടാമത് നമുക്ക് അറിയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ്, അതായത് ജർമ്മനിൽ വെർബ് അല്ലെങ്കിൽ പ്രവൃത്തി എപ്പോഴും വരുന്നത് രണ്ടാമത്തെ പൊസിഷനിലായിരിക്കും. അപ്പം നിങ്ങളൊരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറയുന്ന സെൻറ്റൻസ് ജർമ്മനിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പോകുന്നു ഹോസ്പിറ്റലിൽ എന്നാണ് വരിക, കാരണം വെർബ് രണ്ടാമതായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്നുള്ളതിൻ്റെ ജർമ്മൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇഷ് പോകുന്നു ഹോസ്പിറ്റലിലോട്ട് എന്നാക്കണം. പിന്നെ നിങ്ങൾ ഫർദർ ആയിട്ട് ജർമ്മൻ പഠിക്കുന്ന സമയത്ത് എന്താണ് പോവുക എന്നുള്ള വെർബും കോൺജുഗേഷനും പഠിക്കും, എന്താണ് ഹോസ്പിറ്റലിൽ എന്നുള്ളതിൻ്റെ ജർമ്മൻ പഠിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെൻറ്റൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ജർമ്മനിൽ പറയാം, സെക്കൻഡ് പൊസിഷനിൽ വെർബിന് കൊടുക്കുക, പിന്നെ നിങ്ങൾ എന്താണോ ലെഫ്റ്റ് ആയിട്ടുള്ളത് അത് കൊടുക്കുക.